ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ മൂന്നാം വരവ്, അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ്, അല്ലെങ്കിൽ D3 ദൃശ്യം മൂവിയുടെ മൂന്നാം വരവ് 2026 മെയ് 21 നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം. ആദ്യമേ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. 2013 ഒരു ക്രിസ്മസ് വെക്കേഷൻ സമയത്ത്, കറക്റ്റ് പറഞ്ഞ ഡിസംബർ 19 ദൃശ്യം മൂവി റിലീസാവുന്നത്. ആദ്യം വന്ന ട്രെയിലർ അത്ര ഭയങ്കര സംഭവം ഒന്നായിരുന്നില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിരുന്നു. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചാലും വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ട്രെയിലറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം കാണാൻ പോയ സമയത്ത് പോലും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫീൽ ഗുഡ് എന്ന് വെച്ചാൽ ലാലേട്ടന്റെ എല്ലാ മാനറിസംസും, ലാലേട്ടനെ നമ്മൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, ആ സാധനങ്ങളൊക്കെ സിനിമയിലുണ്ട്. കറക്റ്റ് ഒരു ഫാമിലി മാൻ, കുറുമ്പും കുസൃതിയൊക്കെ ആ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ, ആ മാരിവിൽ കൂടെ നിർത്തും എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നത്. പിന്നീട് അങ്ങോട്ടൊരു പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്ന്, സസ്പെൻസ് വന്ന്, പിന്നെ ഇന്റർവെല്ലിന് ശേഷം സസ്പെൻസോട് സസ്പെൻസ്, ത്രില്ലോട് ത്രില്ല്, നെക്സ്റ്റ് മൊമെന്റ് എന്താണെന്ന് അറിയാനുള്ള ടെൻഷൻ, എല്ലാം കൊണ്ടും നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ചൊരു പടമാണ് ശരിക്കും ദൃശ്യം. എന്തായിരിക്കും അതിന്റെ എൻഡ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ആ സംഭവം ക്ലൈമാക്സ് വരെ, ആ സമയത്ത് ക്ലൈമാക്സിന്റെ പേരിൽ വരെ ഭയങ്കര ട്രെൻഡ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ആക്റ്റീവ് ആയിട്ടുള്ള സംഭവം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ദൃശ്യത്തിന്റെ സക്സസ് എന്ന് പറയാം. കാരണം ഞാൻ ആദ്യം കാണാൻ പോയ സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം കഴിയും തോറും ക്രൗഡ് കൂടി വന്ന്, എനിക്കൊന്ന് പടത്തിന്റെ 25ാം ദിവസം ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത്, സെക്കൻഡ് ടൈം വാച്ച് കാണാൻ പോയ സമയത്ത് നല്ല ക്രൗഡ്, അതായത് ഫസ്റ്റ് കണ്ടതിനേക്കാളും ക്രൗഡ് കൂടുന്നേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ടും പടം എത്ര ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നു അത്രയും ദിവസം ഡിസ്കഷൻസ് ആയി. നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന ദൃശ്യത്തിനെ കുറിച്ചാണ്, പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോകുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ ആ ഒരു ഓഗസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് അതിലെ ഡയലോഗുകളാണെങ്കിലും, നമ്മുടെ IG ഗീതാ പ്രഭാകർ പറയുന്ന ഡയലോഗ് അടക്കം, അതായത് ആ ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല അവനുള്ളതെന്നൊക്കെ പറയുന്ന ആ എല്ലാ മൊമെന്റും, ഈവൻ കലാഭവൻ ഷാജോനോട് നമുക്ക് അത്രയും വെറുപ്പ് തോന്നുന്ന സീനുകൾ വരെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും അതൊരു മാജിക് തന്നെയാണ്. മൂവിയുടെ പേര് പോലെ തന്നെ ദൃശ്യം, നമുക്കൊരു ദൃശ്യ വിസ്മയാണ് ശരിക്കും ആ ഒരു മൂവിയിലൂടെ തന്നത്. ജിത്തു ജോസഫും അതുപോലെ തന്നെ അതിന്റെ ടെക്നിക്കൽ ക്രൂ എല്ലാവരും, അത് കൂടാണ്ട് അതിൽ പെർഫോം ചെയ്ത എല്ലാ ആക്ടേഴ്സും, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഒന്നും പറയാനില്ല. ലാലേട്ടന്റെ കൂടെ കട്ടക്ക് നിന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആശ ശരത്ത്, IG ഗീതാ പ്രഭാകറായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുള്ള ഒരു ക്യാരക്ടർ, അതായത് ക്യാരക്ടറിന്റെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു കലാഭവൻ ഷാജോൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ആ ഒരു കോൺസ്റ്റബിൾ സഹദേവൻ. എല്ലാ പേരുകളും ഭയങ്കര ബൈഹാർട്ട് ആട്ടോ. IG ഗീതാ പ്രഭാകർ, കോൺസ്റ്റബിൾ സഹദേവൻ, അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ പേരായിട്ടുള്ള ജോർജ് കുട്ടി, പിന്നെ വരുൺ പ്രഭാകറൊക്കെ എപ്പോഴും ഏത് സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റാണിയുടെ ആ ഒരു ക്യാരക്ടറൈസേഷനും കറക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മഞ്ഞ കാർ സിനിമയിലുള്ളത്. പിന്നെ അതുപോലെ എല്ലാം നമുക്ക് എങ്ങനെയാണോ ആ സിനിമയിൽ ലാലേട്ടൻ